ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് 2025-26 കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്യാമ്പ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ IAS ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് വിദ്യാർത്ഥികളോട് സംവദിച്ചു. CCMY പ്രിൻസിപ്പാൾ സുജിത K ക്യാമ്പ് വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് നിസാർ M അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ സീജ PS, കണ്ണൂർ കളക്ടറേറ്റ് ജൂനിയർ സൂപ്രണ്ട് കിഷോർ PR, വില്ലേജ് ഓഫീസർ KV മഹേഷ്, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് P, മദർ PTA പ്രസിഡന്റ് സ്മിത KS തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനർമാരായ ഡോക്ടർ മുനി TK, ഡോക്ടർ ഉമേഷ് തുടങ്ങിയവർ വിവിധ ട്രെയിനിങ്ങുകൾ വിശദീകരിച്ചു. നിർമ്മൽ കുമാർ, താജുദ്ദീൻ എന്നിവർ പരിശീലന ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പ്രിൻസിപ്പാൾ രാജേഷ് K സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ ലബീബ് N നന്ദിയും പറഞ്ഞു. ഒരാൾ മാത്രം ഡോക്ടറാവാൻ താല്പര്യം, എഞ്ചിനീയർമാരാൻ താല്പര്യമുള്ളവർക്ക് പോലീസിന്റെ പട്ടാളത്തിലേക്ക് താല്പര്യമൊന്നുമില്ല. ഞാൻ ഓരോരുത്തരായിട്ട് ചോദിച്ചുകൊള്ളാം. പിന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞത് എന്താ നിങ്ങളുടെ ലാസ്റ്റ് അല്ലേ എഴുന്നേറ്റോ എഴുന്നേറ്റോ യെസ് അതിന് ആദ്യം പറഞ്ഞു കേട്ടില്ല. ശരി, അപ്പോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മളെന്തായാലും ക്ലാസ്സിലാണ്, അതായത് ക്ലാസ്സിലാണ്. ഇതിൽ ഓരോരുത്തരുടെ താല്പര്യം അറിഞ്ഞ് അതിനുശേഷം സംസാരിക്കാനുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചു ഡോക്ടർമാരാകാൻ താല്പര്യമില്ലാത്തവരെന്നാണ് ചോദിച്ചത്. ഡോക്ടർമാരാകാൻ താല്പര്യമുള്ളത് ആരെങ്കിലും മുന്നിലുള്ളവർ മാത്രമേ കൈകൊണ്ടുള്ളൂ. അവിടെ കേൾക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അറിയുള്ളത്. അവിടെ പിന്നെ ആരും ഡോക്ടർമാരാകാൻ താല്പര്യമില്ല. എഞ്ചിനീയർമാരാകാൻ താല്പര്യമുള്ളൂ. ഓക്കെ, മുന്നിലുള്ളവർക്ക് കുറച്ച് താല്പര്യമുണ്ട്. അതിനൊക്കെ ആർക്കൊന്നും താല്പര്യമില്ലാതെ ഫുട്ബോൾ കളിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടോ? ഫുട്ബോളോ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? അതുമില്ല. പട്ടാളത്തിലെ പോലീസിന്റെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, കുറച്ച് ഒന്നിട്ട് ബാക്കിയുള്ളവർക്ക് എന്താണ് താല്പര്യം? ബിസിനസ് താല്പര്യമുള്ള ഓക്കെ, ബിസിനസ് തുടങ്ങാൻ പോവാം. ശരി, പെൺകുട്ടികളോ ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് എന്താ താല്പര്യം? ഓ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവിടെ ഒരു മൈക്ക് എത്തിക്കണം. ഇവിടെ മുന്നിലുള്ളത് ടീച്ചറിനാണോ പറയുന്നത്? കുട്ടി പറഞ്ഞ ടീച്ചറിനാണോ? ലെക്ചറാവാൻ താല്പര്യമുണ്ടോ? ടീച്ചർ പറയാൻ താല്പര്യം? കുറെ ആൾക്കാർ ആലോചിക്കാൻ പോകും, സ്വന്തമായിട്ട് എന്താവുന്നത് ആലോചിക്കാൻ പോകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും വളരെയധികം സംശയങ്ങളുള്ള സമയമാണ്, അല്ലെങ്കിൽ ആശങ്കകളുള്ള സമയമാണ്. എന്താവും, ഏത് കാര്യം ചൂസ് ചെയ്യണമെന്നുള്ളതെല്ലാം ആശങ്കകളുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം ഗവൺമെന്റ് തന്നെ കൂടുതലായിട്ട് നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കില്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആശങ്കകളുള്ള ആളുകളാണ്, തീരുമാനിച്ച് കഴിഞ്ഞ ആളുകളാണ്. ചില ആൾക്കാർ ബിസിനസ് ഓടുകയെന്ന് പറഞ്ഞു, ചില ആൾക്കാർ ലെക്ചർ ആവുന്ന പറഞ്ഞു. എന്ത് താല്പര്യമുള്ള ആൾക്കാരായിരുന്നു പൊതുവെ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, പൊതുവെ ചിന്തിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും നമ്മുടെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഥകളെ വെച്ച് കൊടുക്കാം. 3 കഥകൾ വെച്ചിട്ട് 3 കഥകൾ ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ കഥ പണ്ട് ഏകദേശം ഒരു 70-80 വർഷം മുമ്പ് നടന്ന കഥയാണ്. ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ, ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. ഒരു കുട്ടി, ഇതേപോലുള്ള കുട്ടി സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇത് ഓർക്കേണ്ടത് 80-90 വർഷം മുമ്പ് നടക്കുന്ന ഇതുപോലെ തന്നെ അന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്.
മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി സ്കൂളിൽ പോവാം. സ്കൂളിൽ പോയി ഒരു ബെഞ്ചിലിരിക്കുന്നു. ബെഞ്ചിൽ വേറെ സമുദായത്തിൽപ്പെട്ട ഒരു വേറെ വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ട് മുസ്ലിം സമുദായത്തിലുള്ള ഒരു കുട്ടി അതേപോലെ തന്നെ വേറെ സമുദായത്തിലുള്ള കുട്ടി ഒരുമിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ സംഭവിക്കാവുന്ന ഒരു സമയമാണ്. ഈ കുട്ടി ഇരിക്കുന്നു, ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഒരു ടീച്ചർ വരുന്നു. ഇപ്പോഴും സംഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചർ പറയുന്നത് ഈ എന്ത് ധരിക്കാണ് ക്ലാസ്സിൽ പുറത്തു പോയിരിക്കാൻ പറയും. ഈ കുട്ടി വിഷമമുണ്ട്, പക്ഷെ കുട്ടി അത് പ്രകടിപ്പിക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. ഇതിനുശേഷം കുട്ടിയുടെ വീട്ടിലെത്തിയ ശേഷം കുട്ടി കാര്യങ്ങളെ പാരൻസിനോട് പറയുന്നു. പാരൻസ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയമൊക്കെ നടക്കുമ്പോൾ നാട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് മറ്റുള്ളവരും അറിയുന്നു. ആദ്യം എത്തുന്ന ഈ കുട്ടിയുടെ കൂടെ എത്തുന്ന സുഹൃത്തുക്കൾ മാതാപിതാക്കളോട് പറയും. ആ മാതാപിതാക്കൾ ഇത് ആദ്യം കൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ പറയുന്നത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ എല്ലാ കുട്ടികളും അവർക്കുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള വ്യത്യസ്തമുള്ള കാര്യങ്ങൾ അത് വെച്ച് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നു. അതിനുശേഷം കുട്ടി തിരിച്ച് സ്കൂളിൽ പോയി പഠനത്തിലുണ്ട്. ഈ കുട്ടി ആരെന്ന് മനസ്സിലായത് ഈ വിങ്സ് ഓഫ് ഫയർ ആരും വായിച്ചിട്ടുണ്ടോ? അതിലേക്കറിയില്ലേ? വായിച്ചിട്ടുണ്ടോ? എന്തിൻ്റെ ഓർമ്മിക്ക നമ്മുടെ എം.ടി. അബ്ദുൽകലാമിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ്. അദ്ദേഹം അതിനുശേഷം ആര് സയന്റിസ്റ്റ് ആയ അതിനുശേഷം അതിനുശേഷം പ്രസിഡന്റ്. അപ്പൊ ആ കുട്ടി അന്ന് പഠനം നിർത്തിയതിന് വിഷമിച്ച് പിന്മാറി നിൽക്കുന്നതിനും എന്ത് സംഭവിക്കുക എന്നിട്ടാവാൻ സാധിക്കുകയായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നവും നമ്മുടെ നാട്ടിൽ വളർത്തുന്നത് എനിക്ക് തോന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതേ വിഷയങ്ങൾ പല വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന വിഷയങ്ങൾ പലതുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് തോന്നാത്ത പല സാഹചര്യങ്ങളുണ്ടാവും. കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും, സമയങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോയാലാണ് നേരത്തെ സൂചിപ്പിച്ചുള്ള ഏത് രീതിയിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനസികമായിട്ട് റെഡിയാവുന്നതാണ് ആദ്യം പറയുന്നത്. ഏത് കരിയറാണെന്ന് ഞങ്ങൾക്ക് പോകുന്നത് ചിലർക്ക് പോലീസ് ആവുന്നുണ്ടാവും, ചിലർക്ക് ബിസിനസ് ആയിട്ടുണ്ടാവും. എന്ത് കരിയറായിരിക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കരിയർ മാത്രമല്ല, കരിയറിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാക്കുണ്ട് കംഫർട്ട് സോൺ എന്നാണ്. ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും പേഴ്സണലി ശ്രമിക്കണം. ഈ നേരത്തെ സൂചിപ്പിച്ചത് അതിൽ നമ്മുടെ പഴയ പ്രസിഡന്റിന്റെ കംഫർട്ട് സോൺ ചിലപ്പോൾ ചെറിയ കംഫർട്ട് സോൺ ആയിരിക്കും. സ്കൂളിൽ പോയി ടീച്ചർമാരെ ടീച്ചർമാരെ പുറത്താക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് വളരെ ഉള്ളിലായിരുന്നു. ഈ ക്ലാസ് ടീച്ചറായിട്ട് അന്നത്തെ സാഹചര്യം വെച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കും. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരു നമുക്ക് സ്വയം തോന്നിയാലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് ധൈര്യം കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് കറക്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് എപ്പോഴാണ് അറിയാം. പല സമയത്ത് എന്തിനാണ് കുട്ടികളുടെ മെസ്സേജ് എന്താ കേട്ടില്ല ലീവ് എന്തിനാ മഴ എന്താ കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ അല്ലെങ്കിൽ കുട പിടിച്ചാൽ അല്ലേ? എൻ്റെ അടുത്ത് വരുന്ന മെസ്സേജ് ശരിയാണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് അവധി കൊടുക്കാം. പക്ഷെ എൻ്റെ യൂണിഫോം നയിക്കും, ഞങ്ങളെന്താ വാട്ടർ പ്രൂഫാണോ എനിക്ക് തോന്നിയുണ്ടോ? ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം പഠിച്ച് ഇതൊക്കെ കണ്ടിട്ട് കുട്ടികൾ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ പുറത്തേക്ക് ചെറിയൊരു മഴ കണ്ടാൽ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ പേടിയല്ലെങ്കിൽ നമുക്ക് ആശങ്കയാണ്. സ്കൂളിലേക്ക് നമ്മൾ എത്തുമോ, സ്കൂളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ പോലും ചെയ്യാനുള്ളതാണ്. മഴയത്തുള്ള നടക്കുക ചിലപ്പോൾ
പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ചെടി കണ്ടുന്ന ചെടിയുടെ അല്ലെങ്കിൽ ചാടുകയാണ് സാധനം ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ചാടുന്ന കുട്ടികളില്ല. ഇപ്പം എൻ്റെ മകനാണ്, എനിക്കൊരു മകനുണ്ട് 6 വയസ്സാണ് പ്രായം. ഇദ്ദേഹം അടക്കം പുറത്തേക്ക് ഇറങ്ങില്ല, ഇവരെപ്പോലെ തന്നെയാണ്, ഇവരെക്കാൾ മോശമാണ്. വെള്ളം കണ്ടുകഴിഞ്ഞാൽ ചെടി കണ്ടുകഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റുന്നതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നം. അത് സ്കൂളിൻ്റെ കാര്യത്തിലല്ല, ലീവിൻ്റെ കാര്യത്തിലല്ല, മഴയുടെ കാര്യത്തിലല്ല, പൊതുവെ ഉള്ള നമ്മുടെ മനസ്സിലുള്ള ആശങ്കകളെല്ലാം മാറ്റുന്നതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കഥ പറയും. രണ്ടാമത്തെ കഥ ഒരു കഴുതയുടെ കഥയാണ്. ഈ കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ കഴുത ദിവസം ഈ കഴുത ഒരു കച്ചവടക്കാരൻ കഴുതയാണ്. കച്ചവടക്കാരൻ കഴുതയായിട്ട് കച്ചവടത്തിന് പോവാണ്. കാട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു കുഴിയുടെ അടുത്തേക്ക് കഴുത പോകും. ഈ കുഴിയിലേക്ക് കഴുത വീഴുന്നു. അല്ലെങ്കിൽ ഈ വാണ്ടക്കെട്ടെല്ലാം വെച്ചിട്ട് കഴുതയാണ് കുഴിയിലേക്ക് കഴുത വീഴുന്നു. കച്ചവടക്കാരൻ കഴുതയിൽ കുറച്ച് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. വാണ്ടക്കെട്ടൊക്കെ പുറത്തേക്ക് എടുത്തു. എന്തായാലും കഴുത വീട് മരുന്ന് പറ്റി കിടക്കുന്ന കഴുതയാണ്. ഈ കഴുതയെ ഇവിടെ തന്നെ കുറിച്ച് കൂടി പോകാമെന്നുള്ള രീതിയിലാണ് കച്ചവടക്കാരൻ തീരുമാനിക്കുന്നത്. ഇതിനുശേഷം സംഭവിച്ചെന്ന് അറിയാമോ? ഈ കഴുതയ്ക്ക് മുകളിലേക്ക് കച്ചവടക്കാരൻ മണ്ണെടുക്കുകയാണ്. അതായത് കുഴി മൂടാൻ വേണ്ടി കുഴി കഴുതയെ മൂടിയിടുന്നതാണ് കച്ചവടക്കാരുടെ ആവശ്യം. ഓരോ ബക്കറ്റ് മണ്ണിടുന്നുണ്ട്. കഴുത ആ മണ്ണ് തട്ടിക്കളഞ്ഞ് മേത്തേക്ക് തട്ടിക്കളഞ്ഞ് നിലത്തേക്കിടുക. അങ്ങനെ കുറേ ബക്കറ്റ് മണ്ണിട്ട് പതുക്കെ കഴുതയുടെ കീഴിലുള്ള മണ്ണിൻ്റെ വോളിയം കൂടി വരികയാണ്. അവസാനം കഴുതയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന, കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന മണ്ണ് കുഴിയിൽ വന്ന് കഴുത ഇതിന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കഴുതയ്ക്ക് അതിനുശേഷം സംഭവിച്ചുള്ള സെക്കൻഡറിയാണ്. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ കഥയുടെ കുറച്ച് ലേറ്റാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വീണ്ടും ഒരു വാക്കുണ്ട്, വിത്ത് എന്ന വാക്കുണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നു? വിത്ത് എന്ന് കേട്ടിട്ടാണ്. അതിൻ്റെ മലയാളം നോക്കിയപ്പോൾ മനസ്സിലാക്കിയതിൻ്റെ മലയാളം ലൂസ് ട്രാൻസ്ലേഷൻ മനോധൈര്യം എന്നൊരു വാക്കാണ്. മനോധാന്യം മനോധൈര്യം എന്നൊരു വാക്കാണ്. ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പല ആൾക്കാരും ഇതിലിരിക്കുന്ന പല കുട്ടികളും 10ാം ക്ലാസ് സ്കൂളിൽ പ്ലസ് 2 വരുമ്പോൾ പറഞ്ഞ മാർക്ക് കിട്ടുന്നില്ല. കോളേജിൽ പോകുമ്പോൾ ഇവിടെ ടോപ്പറായി പോയ ആളെയും അവിടെ ചെല്ലുമ്പോൾ വളരെ മോശം മാർക്ക് കിട്ടുന്ന ആളായിട്ട് മാറി. എനിക്കതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ് പ്ലസ് 2 വളരെ നല്ല മാർക്ക് കോളേജിൽ പോകുമ്പോൾ എനിക്ക് വളരെ ആവശ്യം മാർക്ക്. അതേപോലെ സെൻസേഴ്സ് പരീക്ഷ കിട്ടുമ്പോൾ 3 പ്രാവശ്യം കിട്ടിയിട്ടാണ് സെൻസേഴ്സ് പരീക്ഷ. പക്ഷേ ഇതൊന്നും നമ്മൾ ഒരു പ്രാവശ്യം പോലും സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത്തെ അവസ്ഥയാണ്. കഴുത എന്ന കാര്യത്തിൽ കഴുതയുടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നത് ആ മനോധൈര്യത്തോടു കൂടി കുഴിച്ചുകൂടാൻ എന്ന സമയത്ത് പോലും നമ്മളെ രക്ഷപ്പെടാനുള്ള മാർഗമാക്കി അത് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊരു അവസ്ഥയിലൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സ്വയം കുഴിച്ചുകൂടപ്പെട്ടു എന്ന് വിചാരിക്കും. പക്ഷെ തിരിച്ചാണ് അറിയുന്നത്. ചിലപ്പോൾ ഈ സാഹചര്യം ചിലപ്പോൾ നമ്മളെ വളരാനുള്ള ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു വൃക്ഷമൊക്കെ നടക്കുന്നത് നമ്മൾ വളരാൻ പറ്റിയ സീഡ് പ്ലാന്റ് ചെയ്യുന്നത് പണികളിൽ കാണുന്നു. സീഡ് പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റുന്നത് നമുക്ക് സാധിക്കുമെന്നതാണ് രണ്ടാമത്തെ. അപ്പോൾ വിറ്റ് എന്ന് പറയുന്ന കാര്യം മനോധൈര്യം എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് പൊതുവെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്സിലൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറയും. അതായത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം, നല്ല പോസിറ്റീവായിട്ട് ആലോചിക്കണം. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. പോസിറ്റീവ് തിങ്കിങ് എളുപ്പമാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ പോസിറ്റീവ് തിങ്കിങ് എളുപ്പമാണ്. പക്ഷേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഉണ്ടാകും. ചിലപ്പോൾ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരും. ആ സമയത്ത് കൂടി നല്ല വേഗത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുതലേ പഠിക്കും. സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കാം. അതാണ് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കഥയാണ്. മൂന്നാമത്തെ കഥ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള കഥയാണ്. മഹാത്മാഗാന്ധിനെ എല്ലാവരും അറിയാം. ഗാന്ധിജി വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അതായത് എല്ലാവരും ഗാന്ധിജി പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി കേട്ടിരുന്ന ഒരു സമയത്ത് ഗാന്ധിജി ജീവിച്ചിട്ടുണ്ട്. പണ്ട് ഗാന്ധി ഒരു സ്ഥലത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമത്തിൽ മെഡിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ഒരു അമ്മയും ഗാന്ധിയുടെ അടുത്തേക്ക് വരും. അത് ഗാന്ധിയുടെ അടുത്ത് അമ്മ പറയാണ്, എൻ്റെ മകന് ഒരു പ്രശ്നമുണ്ട്.
മകൻ ചോക്ലേറ്റും ലഡും ഒക്കെ വളരെയധികം കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് തടി കൂടും, അങ്ങനെ അവന് പല അസുഖങ്ങളും വരും. അത് ഗാന്ധിജി പറഞ്ഞു എന്നോട് കുറച്ച് മാത്രം മധുരം കഴിക്കാൻ പറയണമെന്നാണ് അമ്മയുടെ ആവശ്യം. അപ്പോൾ അമ്മ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ പറയും, നല്ല രീതിയിൽ ഉപദേശിക്കും, കുട്ടി അത് കേട്ട് ശരിയാവുന്നതാണ് അമ്മ പ്രതീക്ഷിക്കുന്നത്. ഗാന്ധിജി പറയുന്നു ഒരു കാര്യം ചെയ്യും, 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഓഫീസിലേക്ക് പോകുന്നതിനാണ് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു ശരിയാക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന അവസ്ഥയാണ് നമ്മൾക്ക് മകനുണ്ടായത്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അമ്മയും മകനെ തിരിച്ചു വരികയാണ്. രാത്രി ഇതേ കാര്യം തന്നെ പറയാൻ മകൻ്റെ അടുത്തൊന്ന് ഉപദേശിക്കണം. അവൻ വളരെയധികം മധുരം കഴിക്കുന്നുണ്ട്, അത് കുറയ്ക്കാൻ മനുഷ്യൻ്റെ ശരിയാണ്. ഗാന്ധി ആ സമയത്ത് നമ്മൾ തന്നെ പറയുന്നുണ്ട്, മകൻ ഈ കഴിക്കുന്നത് ഇത്ര മധുരം കഴിച്ചില്ല, പല ആരോഗ്യ പ്രശ്നമുണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാവും. എന്താണോ ആ സമയത്ത് പറയാൻ പറ്റും ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കുട്ടിയെ മനസ്സിലാക്കി. കുട്ടി ശരി എന്ന് പറഞ്ഞ് കുട്ടിയെ കുട്ടി മധുരം കഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അമ്മയ്ക്ക് ആകെ ആശ്ചര്യം, ഇതെന്താണ് ഇത് 2 ആഴ്ച മുന്നേ പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എപ്പോഴും പറഞ്ഞത്. എന്തിനാണ് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞത് ആലോചിച്ച രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ഗാന്ധിയോട് തന്നെ ചോദിക്കുക, എന്താണ് 2 ആഴ്ച കഴിഞ്ഞ് പറയാൻ പറയുന്നത്, അന്ന് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയാം. ഇത് ഗാന്ധിജിയുടെ ഏതോ പുസ്തകത്തിലുള്ളതാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഗാന്ധി പറയാണ്, 2 ആഴ്ച മുന്നേ വന്നപ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് മധുരം കഴിക്കണം എന്നുള്ള കാര്യം കുറയ്ക്കണം എന്നുള്ള കാര്യം പറയാനാണ്. ആ സമയത്ത് എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മധുരം കൂടുതൽ കഴിക്കുന്ന ഒരാളാണ്. ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുടെ ആ കാര്യം പറയുമ്പോൾ സ്വയം ആദ്യം തിരുത്തിയിട്ട് വേണം ആ കാര്യം തിരിച്ചും പറയാനുള്ളതെന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് 2 ആഴ്ച സമയം എടുത്ത് ഞാൻ എന്നെ മധുരം കഴിക്കുന്ന ഒരു ശീലം കുറച്ച ശേഷമാണ് കുട്ടികൾക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരാണ് സ്വയം നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വീണ്ടും ഒരു വാക്കുണ്ട്, ഗ്രൗണ്ടഡ്നെസ് എന്ന് പറയും. സയൻസ് 10ാം ക്ലാസ്സിലൊക്കെ സയൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും സയൻസ് ഫിസിക്സൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഗ്രൗണ്ട് എന്താണെന്ന് അറിയാമോ? ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് എന്താണെന്ന് അറിയാമോ? സയൻസിൽ ഗ്രൗണ്ട് എന്താണെന്ന് അറിയാമോ? ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എർത്ത് അറിയാം. എർത്ത് ഭൂമിയല്ല. ഇലക്ട്രിസിറ്റിയുടെ കോൺസെപ്റ്റ് എർത്ത് എന്താണെന്ന് അറിയാം. നമ്മൾ ഈ പറയുന്ന എല്ലാ ഇതിൻ്റെ അവസാനം അതിൻ്റെ എർത്തിലേക്കാണ് കണക്ട് ചെയ്യുക, അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക, അതിൻ്റെ ഇലക്ട്രിസിറ്റി അതിൽ ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ആയിട്ട് ഗ്രൗണ്ടഡ്നെസ് കൊണ്ട് നമ്മൾ നിങ്ങളൊരു സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കാണണം. സമചിത്തയോട് കാരണം സ്വയം ആരാണെന്ന് തിരിച്ചറിയാം. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിയാം. അതിനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നതാണ്. അത് അത്ര എളുപ്പമല്ല. അത് പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിൽ എളുപ്പമല്ല, കോളേജ് കാലഘട്ടത്തിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനുള്ള ശ്രമം നിങ്ങൾ നടത്താം. നിങ്ങൾ സ്വയം ആരാണെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, അത് എങ്ങനെ ശരിയാക്കാം. അത് ഉള്ളിലേക്ക് വന്നാൽ പുറത്തുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ പ്രകൃതി നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കുള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം മൊബൈലിൽ ഇന്റർനെറ്റിലേക്കാണ്. നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങൾ എപ്പോഴും മൊബൈലിലൂടെ വരുന്ന ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് ആലോചിക്കുന്നില്ലേ? ഉള്ളതാണോ ഇല്ലാതാണോ? എത്ര സമയം നമ്മൾ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുള്ള പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ആലോചിക്കില്ല. അതെല്ലാം 2 ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കാണിക്കാം, 5 സെക്കൻഡ് അതിലേക്ക് പോവാൻ. സ്വയം ഒരു റിഫ്ലക്ട് ചെയ്യാനുള്ള സമയം, നമ്മൾ ആരാണെന്ന് സ്വയം റിഫ്ലക്ട് ചെയ്യാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അത് 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറാവും. എല്ലാ ദിവസവും റിഫ്ലക്ട് ചെയ്യുക, നമ്മളെന്താണ്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെന്താണ്, ഇതിൽ എന്ത് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും, നമ്മളിലും പുറത്തും എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഈ 3 കഥകളും 3 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വാക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ കംഫർട്ട് സോണിൽ നിൽക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്ലി നിങ്ങൾ തീരുമാനിക്കണം കംഫർട്ട് സോണിന് പുറത്തേക്ക് പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതേപോലെ ക്യാമ്പുകൾ, ഈ ക്യാമ്പിന് ശേഷം ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളെ വേറെ ഡെവലപ്പ് ക്യാമ്പ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളെ എക്സ്പ്ലോർ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ മൊത്തം
കൊണ്ടുവന്ന ഒരു ക്യാമ്പ് നടത്തും. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അതിലേക്ക് പോകണമെന്നുള്ള താല്പര്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവും. അവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് അത് കിട്ടുന്ന പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പഠിക്കാനുള്ളതാണ് ക്യാമ്പിൻ്റെ ഒരു ആവശ്യം. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം മനോധൈര്യം വേണമെന്നുള്ളതാണ്, വേണമെന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടി ചെന്ന് ചാടിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കണം. അത് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിപ്പോകും. ചെറിയ ചെറിയ തിരിച്ചറിവുകൾ, പരീക്ഷയെ കുറിച്ചും ചെറിയ പരീക്ഷ മാർക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്താൽ ജോലി കിട്ടിയില്ല, ഇനി എന്താ ചെയ്യുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മനോധൈര്യത്തോട് കൂടി കൊണ്ടുപോകും. മൂന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ ഡൗട്ട്നെസ്. നിങ്ങൾ സ്വന്തം ആരാണെന്ന് തിരിച്ചറിയാൻ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് തിരിച്ചറിയാൻ, അതുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ 3 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് വയ്ക്കാൻ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ ഞാൻ പറയും. അപ്പോൾ അതിൻ്റെ സംസാരം നിർത്തുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നടത്തുന്നതാണ് എൻ്റെ പാസ്വേഡ്. ഏകദേശം ഞാൻ വന്ന ശേഷം 3ാമത്തെ സെഷൻ ഒരു സീസണാണ്. 3ാമത്തെ പ്രാവശ്യം സെഷൻസ് കിട്ടുന്നത് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫ്ലവർ ക്യാമ്പിലൊക്കെ ജില്ലാ ഫ്ലവർ ക്യാമ്പിലേക്ക് പോകും. കാസർഗോഡ് തിരിച്ചുള്ള ക്യാമ്പാണ്. അവിടെയും അതിനുശേഷമുള്ള ക്യാമ്പുകളിലേക്ക് എത്താൻ സാധിക്കുന്നത്. അവിടെയും കിട്ടുന്ന പാഠങ്ങൾ വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ കരിയറിലെല്ലാം ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടുകൂടി പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നടത്തിയ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാക്കുകൾ തക്കാൻ നിർത്തിയാണ്. ചോദ്യങ്ങൾ ചോദിക്കും. താങ്ക് യു. Good morning. അപ്പോൾ സർ പറഞ്ഞിട്ടുണ്ടായി UPSC എക്സാമിൽ 3 ടീംസ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടീമിൻ്റെ സാറിൻ്റെ റാങ്ക് എങ്ങനെയാണല്ലോ, അതിന് ശേഷം സാർ എങ്ങനെയാണ് സ്റ്റഡീസ് പ്രിപ്പയർ ചെയ്തത്, പിന്നെ IASലേക്ക് പോകണമെന്നുള്ള സാറിൻ്റെ ഇൻസ്പിറേഷൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. 3 ചോദ്യം സർ, ഐ ശിവ, ഇവിടെ കൊമേഴ്സ് പഠിക്കുന്നു. സർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കളക്ടറായി വന്നതിന് ശേഷം ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ആൺകുട്ടികളാരും ചോദിക്കുന്നില്ല. ആൺകുട്ടികൾ പൊതുവെ എല്ലാവർക്കും കാര്യമില്ല. ആൺകുട്ടികളെ ചോദിക്കുന്നില്ല. കോഴ്സിലെടുത്താണോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? ആദ്യം ഷെർമ ചോദിച്ചു, ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഞാനങ്ങനെയല്ലേ. അപ്പോൾ ഹോളിഡേ പ്രഖ്യാപിക്കാമെന്ന് അറിയാനാണ്. അപ്പോൾ പറ്റുന്ന അതുകൊണ്ട് അങ്ങനെയാണ് ആദ്യം കളക്ടറെന്ന് അറിയുന്നത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ ആഗ്രഹം വന്നിട്ടുണ്ടാകാം. പക്ഷെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും. ഇപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ +2 തന്നെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു, ചിന്തകൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാനാണ് നമ്മുടെ അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ആയിരിക്കില്ല. എഞ്ചിനീയറിംഗ് തന്നെ എടുത്തത് ആ സമയത്ത് എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന് വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്തത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗാണ് എടുത്തത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്താണ് അറിയാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിന് താല്പര്യമില്ലാതെ മനസ്സിലാക്കുന്നത് വേറെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തും സിവിൽ സർവീസിൽ കേരളത്തിൽ ക്വാളിഫൈ ചെയ്യുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണുമ്പോൾ ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്ത വർഷമാണ് ഒരു സീനിയർ ആ സമയത്ത് ഒരു സീനിയർ ചേച്ചിയായിരുന്നു. പക്ഷെ ഇപ്പോൾ സീനിയർ ഓഫീസറാണ്. പണ്ട് തൃശ്ശൂർ കളക്ടറും ഹൈക്കോടതി കളക്ടറും അനുഭവം മാഡമുണ്ട്. പക്ഷെ മാഡം എന്നെ ക്വാളിഫൈ ചെയ്ത സമയത്ത് മാഡത്തിന് കാണുമ്പോൾ എനിക്ക് തോന്നും നമുക്ക് ഇതേപോലെ ആവാം എന്നുള്ള തോന്നി. പക്ഷെ സിവിൽ സർവീസിലേക്ക് വരണമെന്നുള്ളത് പലപ്പോഴും എല്ലാവരും ആലോചിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇന്നത്തെ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്
അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു കരിയറാണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. ബാക്കി കരിയേഴ്സിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ് ആവുന്ന ആൾക്കാരുണ്ടാവും, ലെക്ചർമാരുണ്ടാവുന്ന ആൾക്കാരുണ്ടാവും, എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ ബാച്ചിൽ എല്ലാവരും നല്ല നല്ല എഞ്ചിനീയർമാരുണ്ട്, വലിയ വലിയ എഞ്ചിനീയർമാരുണ്ട്, കോളേജിൽ ബാച്ചിൽ അവർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നല്ല വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ ചുറ്റും നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു കരിയർ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ അന്നും ഇപ്പോഴും അങ്ങനെ ഞാൻ തോന്നുന്നു. അതുകൊണ്ടാണ് സിവിൽ സർവീസ്. ഇനി UPSC പ്രിപ്പറേഷൻ സമയത്ത് 2 പ്രാവശ്യം അറ്റൻഡ് എന്ന് പറഞ്ഞു അതിലേക്ക് എന്ത് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ കലാസാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഈ UPSC പരീക്ഷയെ കുറിച്ച് ചിലർക്ക് അറിയാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാമോ? എന്താണ് എത്ര സമയം പരീക്ഷ എഴുതാൻ? അറിയാമോ? 3 എക്സാം ഉണ്ട്. എന്തൊക്കെയാണ്? അതെ അതെ അതെ. അപ്പോൾ ആദ്യം നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് എൻട്രൻസ് പരീക്ഷ എടുത്തിട്ട് ഈ പറഞ്ഞ 6 പേപ്പറുള്ള മെയിൻസ് പരീക്ഷ ഉണ്ട്, പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 1.5 വർഷമുണ്ട്. ഒരു പരീക്ഷ എഴുതാൻ 1.5 വർഷമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു പരീക്ഷ സാധാരണ ഒരു ജോലിക്കുള്ള പരീക്ഷയോ കോളേജിലേക്കുള്ള പരീക്ഷയ്ക്കോ ഒറ്റ പരീക്ഷ എഴുതിയാൽ ഇത് എഴുതി വരുമ്പോഴേക്കും 1.5 വർഷമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഈ പാമ്പും കോഴി കളിക്കുന്ന പോലെയാണ് കുറേ സ്കൂളിൽ താഴോട്ട് പോയി വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രയേ ഉള്ളൂ. അത് സിവിൽ സർവീസ് മാത്രമല്ല, ഏതൊരു പരീക്ഷയിലായാലും ഏതൊരു കാര്യത്തിലായാലും തോൽവി സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് തോൽവി സംഭവിച്ചു എന്നുള്ളത് സ്വയം പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഇതാണ്. ആദ്യത്തെ പ്രാവശ്യത്തിൽ 2 പരീക്ഷ എഴുതാൻ പറ്റും. ഇന്റർവ്യൂവിലേക്ക് സെലക്ഷൻ കിട്ടിയില്ല. മെയിൻസിന്റെ മാർക്ക് കുറവാണ്. മെയിൻസിന്റെ മാർക്ക് എടുത്തു വെച്ചിട്ട് ഏത് പേപ്പറിലാണ് മാർക്ക് പറഞ്ഞത്, അവർ ഏത് ഭാഗത്തുനിന്നാണ് എനിക്ക് എഴുതാൻ പറ്റാത്തത്, ഇതെല്ലാം കൃത്യമായി ഞാൻ തന്നെ ഇരുന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം പഠിച്ചു കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും ഓരോ പ്രാവശ്യം മാർക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞില്ല. അതായത് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്, ആ തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമം നടത്തിയതുകൊണ്ടാണ് 2ാം പ്രാവശ്യം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂ എത്താൻ സാധിച്ചു. ഇന്റർവ്യൂ സെലക്ഷൻ കിട്ടി, റാങ്ക് ലിസ്റ്റ് വന്നു. പക്ഷേ IAS എല്ലാം വന്നതുകൊണ്ട് വീണ്ടും എഴുതുന്നു. വേറെ സർവീസാണ്, 20ഓളം സർവീസ് സിവിൽ സർവീസ് പരീക്ഷകൾ കൂടുതലുണ്ട്. ആ സർവീസ് നല്ല സർവീസാണ്. പക്ഷേ സാധാരണ നമ്മൾ IAS വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്, അപ്പോൾ IAS എക്സാം വീണ്ടും എഴുതും. 3ാം പ്രാവശ്യം ഇത് വീണ്ടും ഇതേപോലെ തന്നെ വീട്ടിലോട്ട് മാർക്ക് വെച്ച് നോക്കുന്നു. ഏത് പേപ്പറിലാണ് മാർക്ക് കുറഞ്ഞതെന്ന് നോക്കുന്നു. ആ പേപ്പറിൽ എന്തുകൊണ്ടായിരിക്കും ഏത് ഭാഗത്തായിരിക്കും മാർക്ക് കുറഞ്ഞതെന്ന് ആലോചിക്കുന്നു. അതിനെക്കുറിച്ച് വീണ്ടും കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് 3ാം പ്രാവശ്യം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് വന്നത്. ഇത് സിവിൽ സർവീസിനെ കുറിച്ച് മാത്രമല്ല, ഏതൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ വർഷം ബിസിനസ് നടത്തി പരാജയമായി അല്ലെങ്കിൽ നഷ്ടം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ ഇരുന്ന് നോക്കേണ്ടി വരും. അതായത് ഒരേ കാര്യം വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും ശ്രമിക്കുക. എവിടെയാണ് പ്രശ്നമാണ്? ചിലപ്പോൾ നമ്മുടെ ഇൻപുട്ട് കോസ്റ്റിലുള്ള പ്രശ്നമായിരിക്കും, ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൻ്റെ പ്രശ്നമായിരിക്കും, സപ്ലൈ ചെയ്ത പ്രശ്നമായിരിക്കും. എവിടെയൊക്കെ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം കണ്ടുപിടിച്ച് അത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ബിസിനസ് പതുക്കെ നന്നായി വരുന്നതാണ്. അതേപോലെ ലെക്ചർമാരാവുന്ന ആൾക്കാർ നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതെങ്കിൽ നിങ്ങളെന്തെങ്കിലും ആലോചിക്കുന്നത് എന്താണ്, എവിടെയാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രശ്നമാണ്, ഈ കുട്ടികൾക്ക് വേറെ രീതിയിലാണ്, ഇതെല്ലാം മനസ്സിലാക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞ വിഷയം സെൽഫ് അവെയറായിരിക്കും. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് സെൽഫ് അവെയറായിട്ട് ഉപയോഗിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഷിഫ ചോദിച്ച ചോദ്യം കണ്ണൂർ ജില്ലയിൽ വന്ന ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുന്നേ കാഞ്ഞങ്ങാട് കപ്പലിലായിരുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റും കാഞ്ഞങ്ങാടായിരുന്നു, കാസർഗോഡ് ജില്ലയിലാണ്. ഞാൻ തൃശ്ശൂർക്കാരാണ്, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ പൊതുവെ മലബാർ ഏരിയയിലേക്ക് വരുമ്പോൾ, വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഓഫീസർമാർക്കും വളരെ സന്തോഷമുള്ള സ്ഥലമാണ്. കാരണം ഇവിടെയാണ് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ അടുത്തായാലും പുറത്തു പോയ നാട്ടുകാരുടെ അടുത്തായാലും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം അവർ വെച്ചിട്ടുണ്ടാകും. മറ്റുള്ള ജില്ല മോശക്കാരാണ് തന്നെ പറയും. തൃശ്ശൂരിലുള്ളതെങ്കിൽ മറ്റുള്ള ജില്ല മോശപ്പെടുന്നതെന്ന് പറയില്ല. പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്.
നാട്ടുകാർക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള സ്റ്റാഫും എല്ലാവർക്കും സാധിക്കുന്നതാണ് എൻ്റെ മാത്രമല്ല എല്ലാ IAS ഓഫീസർമാരും IPS ഓഫീസർമാരും എല്ലാം അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഞാൻ അവരുടെ സപ്പോർട്ടോ കുട്ടികളായിട്ട് സംസാരിക്കും. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൈകളെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് ഉറപ്പുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനായാലും മറ്റു ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ നമ്മളെ മറ്റു പണികൾ മാറ്റി വെച്ചപ്പോൾ 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. ഈ സമയം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്രയും കുട്ടികളാണ് ഇപ്പോഴത്തെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ 10 പേരെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഒരു 10-20 വർഷത്തിന് ശേഷം നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ടെയോ വേറെ സ്കൂളിൽ വന്നിട്ട് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവരും. അപ്പോൾ അത് ആ ഒരു ഉറപ്പിന് കാത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂർ ജില്ല വളരെ നല്ല ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സിവിൽ സർവീസൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അതിന് താല്പര്യമുണ്ടെങ്കിൽ ഇവരൊക്കെ ജോലി ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാം? വേണ്ടോ? അവർക്ക് ചോദിക്കാനുള്ളതെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ ചോദിക്കാം. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റം വരുത്തണം എന്നുള്ള ഒരു കാര്യം എന്താണെന്ന് ആയിരിക്കും ചോദിക്കാം. ഇത് 2-3 പേരുടെ ഉത്തരം വേണം. പക്ഷെ ഒരാൾ ആദ്യം എന്തെങ്കിലും നടത്തുന്നത് നിങ്ങൾ ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ചെറിയ ചെറിയ പ്രശ്നമായിരിക്കും. റോഡിൽ ചിലപ്പോൾ കുഴിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റല്ല. അത് വലിയ പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് സീനിയർ അഭിനയിക്കാൻ നമുക്ക് ക്ലാസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നില്ല, അത് സോൾവ് ചെയ്യണം തോന്നിയ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് എനിക്ക് വളരെ പോകാം. ഹലോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ അനിയന് കോഴിക്കോട് പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ കൊണ്ടാക്കാൻ വരാനൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ തീരെ ക്ലീനായിട്ട് കാണലേ ഇല്ല. ഭയങ്കരമായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റൊന്നും കയറാൻ പോലും എനിക്ക് കഴിയാറില്ല. അപ്പോൾ ആ ഒരു മേഖല നല്ല രീതിയിൽ നോക്കുന്നത് എന്തായിരിക്കും? പുറത്ത് അത്യാവശ്യം വേസ്റ്റ് പിന്നൊക്കെ ഉണ്ടാവാറുണ്ട്, പേപ്പർ വരെ പ്ലാസ്റ്റിക് വരെ. പക്ഷെ നമ്മുടെ റോഡിൽ എവിടെ അങ്ങനെ ഒരു വേസ്റ്റ് പിന്നെ അത് കാണുന്നില്ല. ഉള്ളത് തന്നെ ഒന്നെങ്കിൽ ഫില്ലായിട്ട് പിന്നെ എടുക്കാണ്ട് അവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കാർഡ് പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതൊരു റോഡിന്റെ കാര്യം ഇപ്പൊ എടുത്താണ്ട് വീട്ടിലുള്ള താഴെട്ടുണ്ട്. ഈ മഴയ്ക്ക് തന്നെ ഭയങ്കര കുണ്ടും വീഴും, കുറെ ആക്സിഡൻസ് ഉണ്ടായി. ഒരു ഞാനൊരു ആക്സിഡന്റ് നേരിട്ട് കണ്ടത്. ഈ പ്രശ്നത്തിൽ കൊണ്ടല്ല, ഇവൾ പറഞ്ഞ പോലെ സൈഡില് കാട് പിടിച്ചിട്ട് ഓപ്പോസിറ്റ് വരുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ റോഡിനെ കുറിച്ച് പറഞ്ഞത് വേസ്റ്റും റോഡാണ് പറഞ്ഞത്. വേറെ വിഷയമൊന്നും നോക്കാത്തില്ലായിരുന്നു.
സ്കൂൾ ബസ് നിർത്താണ്ട് പോവുക, അല്ലെങ്കിൽ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മോശം വിമർശനങ്ങൾ, പിന്നെ ഗേൾസിന് അവിടുന്ന് കിട്ടുന്ന ഒരുപാട് ട്രോമാസ്, ഇവിടെ ടച്ചിങ്സ് ലൈക്ക് അപ്പോൾ ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് ഈ പ്രശ്നങ്ങൾ മനസ്സിലാവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചത്. കാരണം നിങ്ങളെല്ലാവരും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ചോദിച്ചത് പ്രശ്നങ്ങളുടെ കാരണങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എൻ്റെ ആവശ്യം അതായിരുന്നില്ല. എൻ്റെ ആവശ്യം നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് അറിയുന്നു. കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലായി. ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അംഗീകാരം. പ്രതികരിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ പ്രതികരിച്ച് തുടങ്ങുന്നതാണ്. അത് ഏത് രീതിയിൽ ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യും. ചില കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാക്സിൻ നടന്നെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആളുടെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രോഗ്രസ് മോശം ഒരു സമീപനമായിരിക്കും. അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ചെയ്യേണ്ടത് വെച്ച് നീട്ടിക്കൊണ്ടുവന്നിരിക്കുക ചെയ്യുന്നതായിരിക്കും. ചില കാര്യങ്ങൾ റോഡിൻ്റെ മോശമാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വേസ്റ്റുകളില്ല, ട്രെയിനിൽ ഇതെല്ലാം ചിലപ്പോൾ ഇന്നോടാണ് നമുക്ക് സ്വാധീനപ്പെടുന്ന കാര്യമില്ല. പക്ഷെ സമയമെടുത്ത് സ്വാധീനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതേപോലെ എല്ലാം മറ്റുള്ള നാടുകളിൽ നമ്മളൊക്കെ ശ്രമിച്ചു. മറ്റു നാടുകളിലേക്ക് വളരെ മുഖ്യമായ സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ടില്ല. ഞാനടക്കം ബന്ധപ്പെട്ട് പോകുന്ന തമിഴടക്കം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത്രയും മുഖ്യമായിരിക്കുന്ന ഗ്രാമങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. എനിക്കടക്കം പറയുന്നത് സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർ തന്നെ അതിനകത്ത് അവിടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല പഞ്ചായത്തിലായിരിക്കാം, കളക്ടറായിരിക്കാം, ഡിസ്ട്രിക്റ്റായിരിക്കാം പ്രശ്നങ്ങൾ എത്തിച്ച് ചിലപ്പോൾ അവർ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അവർ നേരിട്ട് ചിലപ്പോൾ പോലീസിന് സഹായിക്കുകയോ ഒക്കെ സഹായിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ പ്രതികരിക്കാനുള്ള കാര്യങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ കരിയർ ഗൈഡൻസും പേഴ്സണാലിറ്റി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നിങ്ങൾ പൗരൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യമാണ്. ഈ പറഞ്ഞ നല്ല ജോലി കിട്ടി നല്ലൊരു വ്യക്തിത്വം ഉണ്ടായതിനു ശേഷം എന്താണ് നമുക്ക് ഗവൺമെൻറ്റിലുള്ള ക്ലാസ്സിൽ പൈസ ഇത് ഗവൺമെൻറ് സ്കൂളാണ്, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നത് എന്താണ് ബിസിനസ്സുകാരാവും, അല്ലെങ്കിൽ ലെക്ചറേഴ്സ് ആവും, എന്താണ് അതുപോലെ ഇതെല്ലാം ചെയ്യുന്നതിനാണ്. അപ്പോൾ പൈസ പൈസ വിളിച്ച പൈസ പറയുന്നത് ഓക്കെ വിളിച്ച പറയുന്നത് പറയുന്നത് പൈസ ഉണ്ടാക്കാനാണ് അല്ലേ? നമുക്ക് സ്വന്തം പൈസ ഉണ്ടാക്കാനാണ്. പൈസ ഉണ്ടാക്കിയിട്ടില്ല. പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല കാർ വിളിച്ചു വീട് ഓർമ്മിക്കാനൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കാർ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ മാത്രം എന്തായാലും കാറ് നന്നാണ്. കാറ് നന്നാണ്, നമ്മുടെ സമൂഹം നന്നാണ്. അപ്പോൾ നന്നാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് നടക്കുള്ളൂ. നല്ല പൗരന്മാരായിട്ട് ഈ പറയുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കരിയർ അതിനേക്കാൾ വലിയൊരു ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹം നന്നാണ്, നമ്മുടെ പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളെല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് ഞാൻ പറയുന്നത് ഞാനിൻ്റെ നടക്കില്ല. ഈ കാര്യങ്ങളെ കാണണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള കഴിവുണ്ടാകും. പ്രതികരിക്കാനുള്ള കഴിവ് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ബഹളം ഉണ്ടാക്കുന്നത് മാത്രം ചിലപ്പോൾ പ്രശ്നം സോൾവില്ല. ആ കാര്യത്തിൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഏത് വകുപ്പാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്, ഏത് ഉദ്യോഗസ്ഥനാണ് ചെയ്യുന്നത്, ഇനി ആ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമില്ല വണ്ടിക്കകത്തായിരിക്കും, അതിപ്പോൾ അതിൻ്റെ ആലോചിച്ച പ്രശ്നത്തിൽ ആളെ അറിഞ്ഞിട്ടാവില്ല. അത് കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ച് അത് പിന്നാലെ നടത്തി ചെയ്യിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പൗരന്മാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൗരന്മാരുടെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. അതിലേക്ക് ഈ ഇനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് കൂടി മാത്രമാണ് ഞാൻ ചോദിച്ചത്. എത്തിക്കാനുള്ള പ്രശ്നങ്ങൾ പലതുണ്ട്. പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും എല്ലാം തന്നെ നേരിടാനും പറഞ്ഞു തരാം, ഓർമ്മിരിക്കുക, അതിൽ പ്രതികരിക്കാനുള്ള ശ്രമം നടത്താൻ മാത്രം. വേറെ ചോദ്യങ്ങളൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ക്ലാസ്
ഫുൾ ഡേ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ പേഴ്സണൽ ശേഷം മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്ന വർഷങ്ങളിൽ കോളേജിൽ പോയതിനു ശേഷമുള്ള സമയത്തെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരിക്കലും കൂടി ആശംസിക്കുന്നത് വാക്കുകൾ. താങ്ക് യു. ബഹുമാന്യനായ കളക്ടർ സാർ, നമ്മുടെ വിശിഷ്ട വേദിയിലിരിക്കുന്നു, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ അപൂർവമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഇത്രയും നല്ല കഥകളിലൂടെ നിങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിച്ച നമ്മുടെ ബഹുമാന്യനായ സാർ, കളക്ടർ സാർ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും അതിനെ നേരിടാനുള്ള കരുത്ത്, മനക്കരുത്തും അതുപോലെ ശാരീരികമായിട്ടുള്ള ബലവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായി. നിങ്ങൾക്ക് നല്ല പൗരന്മാരായി സമൂഹത്തിന് നന്മകൾ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗംഭീരമായ ചടങ്ങുകളിൽ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്ന വ്യക്തിത്വ വികസന ക്ലാസും അതുപോലെ കരിയർ ഗൈഡൻസ് ക്ലാസും നിങ്ങൾക്ക് വീണ്ടും തുടരാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവിധ വിജയങ്ങൾക്കുള്ള, ഈ ഭാവി കാലത്തെ പഠനം മാത്രമല്ല, ജോലി, എല്ലാ തരത്തിലുള്ള വിജയത്തിനുള്ള ഒരു താക്കോൽ, പാസ്വേഡ് ഇന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ലഭിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിജയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ ക്ലാസ്സും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക, സംശയ ദൂരീകരണം നടത്തുക, നല്ല പൗരന്മാരായി നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും, ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്കൂളിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. നന്ദി.